ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൺ ആക്ട് പ്ലേ ആണ്, ടൈറ്റിൽഡ് ലൈറ്റ്സ് ഔട്ട് ബൈ മഞ്ജുള പത്മനാഭൻ. മഞ്ജുള പത്മനാഭൻ ഒരു ഇന്ത്യൻ പ്ലേ റൈറ്റാണ്, നോവലിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, കോമിക് സ്ട്രിപ്പ് ആർട്ടിസ്റ്റാണ്, ചിൽഡ്രൻസ് റൈറ്ററാണ്. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ലീഡിംഗ് കണ്ടംപററി ഇംഗ്ലീഷ് ലാംഗ്വേജ് റൈറ്റേഴ്സ്. ഓൾസോ തൻ്റെ വർക്ക്സിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള തീംസാണ് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. ഷീ എക്സ്പ്ലോർസ് ദ തീം ഓഫ് വയലൻസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ടെക്നോളജി, ഹ്യൂമൻ റൈറ്റ്സ്, ഏർബൻ മിഡിൽ ക്ലാസ് ലൈഫ്, ദ മോറൽ റെസ്പോൺസിബിലിറ്റി, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് എപ്പോഴും വർക്ക്സിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീ ഓഫൻ എക്സ്പോസസ് ദ ഹിപ്പോക്രസി ആൻഡ് ഇൻഡിഫറൻസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഹിപ്പോക്രസിയും ഇൻഡിഫറൻസും ഒക്കെ തൻ്റെ വർക്ക്സിൽ നല്ലതുപോലെ തന്നെ ഡെപ്പിക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഈ സൊസൈറ്റി പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് അല്ലേ, എപ്പോഴും അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്യാറുണ്ട് തൻ്റെ വർക്ക്സിൽ എപ്പോഴും. ഇതിൻ്റെ അകത്തും ഒരു അർബൻ മിഡിൽ ക്ലാസ് ലൈഫും അവിടുത്തെ സൊസൈറ്റിയുടെ പെരുമാറ്റവും ഇതിനെ പറ്റി തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ പ്ലേയിലും. ആൻഡ് ഷീ ഈസ് ദ വിന്നർ ഓഫ് ദ നാസിസ് ഇൻ്റർനാഷണൽ കൾച്ചറൽ കോമ്പറ്റീഷൻ ഫോർ ദ വർക്ക് ഹാർവെസ്റ്റ്. മഞ്ജുള പത്മനാഭൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫേമസ് വർക്കാണ് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1997 ആയപ്പം ആ വർക്കിന് നാസിസ് ഇൻ്റർനാഷണൽ കൾച്ചറൽ കോമ്പറ്റീഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മേജർ വർക്ക്സ് 2-3 ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഓതറിൻ്റെ. ഹാർവെസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 1997, അതൊരു മേജർ വർക്കാണ്. പിന്നെ ഹിഡൻ ഫയേഴ്സ്, ലൈറ്റ്സ് ഔട്ട്, എസ്കേപ്പ്, ഹോട്ട് ഡെത്ത്, കോൾഡ് സൂപ്പ്, ഇതൊക്കെ മഞ്ജുള പത്മനാഭൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. മഞ്ജുള പത്മനാഭൻ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് തൻ്റെ വർക്ക്സിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഷീ ഈസ് നോൺ ഫോർ ഹർ റിയലിസ്റ്റിക് ഡയലോഗ്, സൈക്കോളജിക്കൽ ഡെപ്ത്, സറ്റയർ ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം. നമ്മൾ പറഞ്ഞല്ലോ സൊസൈറ്റിയുടെ ഹിപ്പോക്രസിയാണ് എക്സ്പോസ് ചെയ്യുന്നത്. പിന്നെ ക്യാരക്ടേഴ്സൊക്കെ എപ്പോഴും ഓർഡിനറി ക്യാരക്ടേഴ്സ് ആയിരിക്കും, എവറിഡേ സിറ്റുവേഷൻസ് ആയിരിക്കും, നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വർക്ക്സിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീ റേസസ് ആൻ ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് സൊസൈറ്റി, മേക്കിംഗ് ഹെർ എ സിഗ്നിഫിക്കൻറ്റ് വോയിസ് ഇൻ മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഓതറിനെ പറ്റി നോക്കാനുള്ളത്. ഒന്ന് ചുരുക്കി ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ സൊസൈറ്റിയെ പറ്റി എഴുതുകയും അതിൻ്റെ ഓരോരോ ഹിപ്പോക്രസീസ് എക്സ്പോസ് ചെയ്യുകയും ഓർഡിനറി ക്യാരക്ടേഴ്സും എവറിഡേ സിറ്റുവേഷൻസും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് തൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഒക്കെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കാർട്ടൂണിസ്റ്റ് ആണ്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഓതറിനെ കുറിച്ച്. അപ്പോൾ ഈ പ്ലേ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു കപ്പിൾ താമസിക്കുകയാണ്. അതിലൊരു ഹസ്ബൻഡും ഉണ്ട്, ഒരു വൈഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ നെയ്ബർഹുഡിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സൗണ്ടും ബഹളവും അലർച്ചയൊക്കെ എപ്പോഴും നിരന്തരമായി കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ വൈഫിന് നല്ല ടെൻഷനാണ്. കാരണം അപ്പുറത്ത് നടക്കുന്നത് ഗ്യാങ് റേപ്പാണെന്ന് ഇവർക്കറിയാം, എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ എത്ര പേര് അവിടെ കൂടെ പാസ് ചെയ്ത് പോയാലും അപ്പുറത്തും ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരായാലും ആരായാലും ദേ ആർ നോട്ട് ഗിവിങ് എനി അറ്റൻഷൻ ടു ദാറ്റ് മാറ്റർ. എല്ലാവരും അവരുടെ ലൈഫിൽ മുഴുകി അവരുടെ ലൈഫിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുകയാണ്. അല്ലാതെ അവിടെ ഒരു ഇങ്ങനൊരു സെക്ഷൽ അസോൾട്ട് നടക്കുന്നതോ അല്ലെങ്കിൽ ആ ഗ്യാങ് റേപ്പ് നടക്കുന്നതോ അല്ലെങ്കിൽ ആ വുമൺ അണ്ടർഗോൺ ചെയ്യുന്ന ഓരോരോ പ്രശ്നങ്ങളോ ഇതിനെയൊന്നും ആരും പരിഗണിക്കുന്ന പോലും ഇല്ല. ദേ ആർ ജസ്റ്റ് ഇൻ ടു ദെയർ ലൈഫ്സ്. കാരണം എല്ലാവർക്കും പേടിയാണ്, വാട്ട് ഇഫ് അവരെന്തെങ്കിലും ഇതിനെതിരെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ. ദേ ആർ കൺസേൺഡ് അബൌട്ട് ഓൺലി ദെംസെൽസ്. അപ്പോൾ ഇതാണ് ഈ പ്ലേ ഒന്ന് ഷോർട്ടാക്കി 2 ലൈൻസിൽ പറയുകയാണെങ്കിൽ ഇതാണ് ഈ പ്ലേയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി ആ കപ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹസ്ബൻഡും ഉണ്ട്, ഒരു വൈഫും ഉണ്ട്. അതിൽ ഹസ്ബൻഡാണ് ഭാസ്കർ, വൈഫാണ് ലീല. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സാണ് മോഹൻ, നീന, ഫ്രീഡ. ഓക്കെ, ഇതിൽ ലീല എന്ന് പറയുന്നത് ഇങ്ങനെ ബഹളവും ഒച്ചയൊക്കെ ഈ ഫ്ലാറ്റിൽ അപ്പുറത്തെ നെയ്ബർഹുഡ് വീട്ടിൽ നിന്ന് ഇത്രയും അലർച്ച കേൾക്കുമ്പോൾ ലീലയ്ക്ക് ഒരു ഗിൽറ്റി ഫീൽ വരുന്നുണ്ട്. കാരണം തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആൻഡ് ഷീ ക്യാൻ ഫീൽ ഇറ്റ്. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പ്ലേയിൽ ഓരോ മെയിൽ ക്യാരക്ടേഴ്സും ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ദേ ആർ നോട്ട് ഈവൻ റെഡി ടു റിയാക്ട് ടു ഇറ്റ്. അവർക്ക് ഇതിന് റിയാക്ട് ചെയ്യാനോ വോയിസ് റേസ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ല. ദേ ജസ്റ്റ് വോണ്ട് ടു നോ അബൌട്ട് ദ മാറ്റർ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, കാര്യങ്ങൾ അറിയണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ബട്ട് അവരത് റിയാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ പോകുന്നതിന് മുമ്പ് എനിക്ക് തരാനുള്ള ഒരു ഓവർവ്യൂ ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത്. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്, സോഷ്യൽ സറ്റയർ ആണ്. ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1984. ഈ പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഭാസ്കറിൻ്റെയും ലീലയുടെയും അപ്പാർട്ട്മെൻറ്റ് ഇൻ ബോംബെ ആണ്. അതായത് മുംബൈയിൽ അവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അവർ താമസിക്കുന്ന സ്ഥലം, അതാണ് ഈ പ്ലേയുടെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ദ ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ അപ്പാർട്ട്മെൻറ്റ് വൈൽ ദ വയലൻസ് ഒക്കേഴ്സ് ഓഫ് സ്റ്റേജ്, മേക്കിംഗ് ദ ഓഡിയൻസ് ഇമാജിൻ ദ ഹൊറർ.
ഓക്കെ, അപ്പോൾ ഇത് സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത് എന്താ, നമ്മളെല്ലാവരും പറഞ്ഞല്ലോ. ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ പ്ലേ ഇസ് നോട്ട് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് ബട്ട് ബിറ്റ്വീൻ ഹ്യൂമൻ കമ്പാഷൻ ആൻഡ് സോഷ്യൽ ഇൻഡിഫറൻസ്. Leela wants to help the victims while the others keep finding excuses to avoid taking responsibility. As the citizens of that and the society അല്ലെങ്കിൽ നേഷൻ, അവർ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആയിട്ട് ചിന്തിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ല. ലീല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹസ്ബൻഡ് അടുത്ത് പറയാറുണ്ട് എപ്പോഴും, നമുക്കിത് പോലീസിനെ അറിയിക്കാം, ഓക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിലെ മെയിൽ ക്യാരക്ടേഴ്സ് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിസ്ക് എടുക്കണ്ട, ഇത് വേറെ വല്ല കാര്യങ്ങളായിരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലേയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഈ പ്ലേ ഒരു 1 act പ്ലേ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 scenes. ടോട്ടൽ 3 scenes ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭാസ്കർ തൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പം ഇപ്പോൾ ടയേർഡായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഹി ഇമീഡിയറ്റ്ലി സെറ്റിൽസ് ഡൗൺ വിത്ത് ഹിസ് ന്യൂസ് പേപ്പർ. പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോയിങ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ എനിത്തിങ് എൽസ്. ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോ ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തൻ്റെ വൈഫായിട്ടുള്ള ലീല എക്സ്ട്രീംലി ഡിസ്റ്റർബ്ഡ് ആൻഡ് ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. ഭാസ്കറിൻ്റെ അടുത്ത് ലീല നിൽക്കുന്നുണ്ട്. അപ്പോൾ ലീല എക്സ്ട്രീംലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫോർ സെവറൽ നൈറ്റ്സ് ഷീ ഹാസ് ബീൻ ഹിയറിംഗ് ഹോറിഫൈങ് സ്ക്രീംസ്, ക്രൈസ് ആൻഡ് സൗണ്ട്സ് ഓഫ് വയലൻസ് കമ്മിങ് ഫ്രം ദ എംപ്റ്റി പ്ലോട്ട് നെക്സ്റ്റ് ടു ദെയർ അപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരുപാട് രാത്രികൾ ഷീ ഈസ് കണ്ടിന്യൂസ്ലി ഹിയറിങ് നിലവിളി, ഒച്ച, ബഹളം, കരച്ചിൽ, വയലൻസിൻ്റെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് അങ്ങനെയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അവരുടെ നെയ്ബർഹുഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഷീ ബിലീവ്സ് ദാറ്റ് ഇന്നസെൻറ്റ് പീപ്പിൾ ആർ ബീങ് ടോർച്ചേർഡ് ഓർ മേർഡേർഡ് ദെയർ. അപ്പോൾ ലീലയ്ക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്രയും ക്രൂവലായിട്ടുള്ള ഭയങ്കര ഒരു ഇൻജസ്റ്റിസ്, വയലൻസ് ഒക്കെ അപ്പുറത്ത് നടക്കുന്നത് ലീലയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ദാറ്റ് സംതിങ് ഈസ് റോങ്, സംതിങ് ബാഡ് ഈസ് റിയലി ഹാപ്പനിങ് എന്ന് ലീലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ലീല മാക്സിമം ട്രൈ ചെയ്യാണ് ഭാസ്കറിൻ്റെ അടുത്ത് ഷീ ഏർജസ് ഭാസ്കർ ടു കോൾ ദ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ലീല ഭാസ്കറിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോഴത്തേക്കും ലീല എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എനിക്ക് ഒട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടെറിഫയിങ് ആയിട്ടുള്ള സൗണ്ട്സ് ആണ് കേൾക്കുന്നത്, ഇതെൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ നല്ലതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ലീല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഷീ കനോട്ട് സ്ലീപ്പ്, ഈറ്റ് ഓർ റിലാക്സ് പ്രോപ്പർലി. ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കണ്ടിന്യൂസ്ലി തൻ്റെ മൈൻഡിൽ ഈ പ്രശ്നത്തിനെ കുറിച്ച് തന്നെയാണ് ഉള്ളതെന്ന്. അപ്പോഴത്തേക്കും ചിൽഡ്രനെ പറ്റി പറഞ്ഞു ഭാസ്കറിനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ലീല പറയാണ്, എൻ്റെ കുട്ടികളെ പോലും എനിക്കിപ്പം പുറത്തോട്ട് കളിക്കാൻ വിടാൻ പോലും മടിയാണ്. സോ ഷീ ഈവൻ കീപ്സ് ഹർ ചിൽഡ്രൻ ഇൻഡോർസ് ബിക്കോസ് ഷീ ഫിയേഴ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. പുറത്ത് നടക്കുന്നത് അത്രയും ക്രൂവലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ചിൽഡ്രനെ എപ്പോഴും വീട്ടിൽ നിർത്തിയേക്കുകയാണ് ലീല. ഓക്കെ, അപ്പോൾ ഹൗവർ ഭാസ്കർ ഡിസ്മിസ്സസ് ഹർ ഫിയേഴ്സ്. ഹി ആർഗ്യൂസ് ദാറ്റ് ദ പോലീസ് will not take such complaints seriously because they have no concrete evidence of a crime. ഓക്കെ, അപ്പോൾ ഭാസ്കർ പറയാൻ നമ്മൾ ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, കാരണം പോലീസൊന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലേയുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ അത് പറയുന്നുണ്ട്, ഭാസ്കർ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പോലീസിൻ്റെ അടുത്ത് സപ്പോസ് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയാലും ഇതെന്ന് നടക്കുന്ന ഒരു കാര്യമായിട്ട് എന്തുകൊണ്ട് ഇത് നടന്ന ഫസ്റ്റ് നൈറ്റ് തന്നെ നിങ്ങൾ ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല എന്നൊക്കെ പോലീസ് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇവരോട്. അപ്പോൾ ഇവർക്ക് വോയിസ്ലെസ് ആയിപ്പോവും, കാരണം ആദ്യമേ ഇത് അറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ ഇത്രയും നാൾ ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് പോലും ഒന്ന് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നം വരുമ്പം ഇവർക്കല്ലേ കുഴപ്പം വരുന്നത്, കാരണം ഇവരും അതിന് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഭാസ്കർ പറഞ്ഞിട്ട് ലീലയെ കൺവിൻസ് ചെയ്യുകയാണ്. അപ്പോൾ ലീല സ്റ്റിൽ ഷീ ഫീൽസ് ഗിൽറ്റി, കാരണം തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഭാസ്കർ പറയുന്നുണ്ട് വീണ്ടും നീ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഈ ബഹളങ്ങളും, ആൻഡ് ഇഗ്നോർ ചെയ്യാൻ പറയുകയാണ് ഈ സൗണ്ടും, ആൻഡ് ആസ്ക് ഹർ ടു കണ്ടിന്യൂ വിത്ത് ഹർ ലൈഫ് ദെൻ ബിക്കമിങ് ഇമോഷണലി ഇൻവോൾവ് ഇൻ ദീസ് മാറ്റേഴ്സ്. തൻ്റെ നെയ്ബറിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുമ്പം ലീല പറയുന്നുണ്ട്, ഞാൻ ഡെഫ് ഒന്നും അല്ലല്ലോ എനിക്ക് കേൾക്കാതിരിക്കാൻ. അപ്പോൾ ഭാസ്കർ തിരിച്ച് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ഡെഫ് ഒന്നും അല്ലല്ലോ, ബട്ട് സ്റ്റിൽ ഞാൻ ഇതൊക്കെ കേൾക്കാതിരിക്കുന്നില്ലേ എന്ന്. അപ്പോൾ രണ്ട് ജെൻഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകും. ഹീസ് എ മെയിൽ ആൻഡ് ഷീസ് എ ഫീമെയിൽ. ഷീ കുറച്ചുകൂടെ ഒരു ഒരു ഫെലോ ഫീമെയിലിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു മെയിൽ എന്ന ജെൻഡറിലുപരി ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ദേ ആർ നോട്ട് ഈവൻ ടേക്കിംഗ് എനി ആക്ഷൻ. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ മെയിൽ ഡോമിനൻസ്. ഓക്കെ, മെയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യുന്നത്, ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത് ഇവരെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ആൻഡ് ഇതിന് ശേഷം ലീലയുടെ മെൻ്റൽ ഡിസ്ട്രെസ്സിലേക്ക് കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ലീല വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ ആ നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ലൈഫ് മുഴുവനും എൻ്റെ ചെവികളിൽ എപ്പോഴും കേൾക്കുന്നത് ആ വീട്ടിൽ നിന്ന് വരുന്ന നിലവിളികൾ മാത്രമാണെന്ന് ലീല ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. At first she heard them only at night, but now she constantly anticipates them. അതായത് ആദ്യമൊക്കെ ഈ സൗണ്ടും കരച്ചിലും നിലവിളിയൊക്കെ ഒരു സ്പെസിഫിക് ടൈമിലായിരുന്നു കേട്ടിരുന്നത്. പിന്നെ ആയപ്പം രാത്രിയെന്നോ രാവിലെയെന്നോ ഒന്നുമില്ലാതെ ഈ ബഹളം തന്നെ തൻ്റെ മൈൻഡിലേക്ക് എപ്പോഴും കേൾക്കുന്നത് പോലെ ലീലയ്ക്ക് ഫീൽ ചെയ്തു. ഓൺ വൺ വേ വി ക്യാൻ ഇൻ്റർപ്രിറ്റ് ദാറ്റ് എന്താണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന ഒരു കാര്യമല്ലാതെ തൻ്റെ ലൈഫ് മുഴുവനും ഈ ഒരു നിലവിളി തന്നെയാണ് കേൾക്കുന്നത് എന്നാണ് ലീല ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ലീല എന്താ ചെയ്യാണ്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നു ആൻഡ് മെഡിറ്റേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കി ടു കാം ഡൗൺ ഹെർസെൽഫ്. പക്ഷേ ആ പേടി ഇപ്പോഴും ഉള്ളിലുണ്ട്. ഷീ വണ്ടേഴ്സ് വെദർ ഷീ ഈസ് ബിക്കമിങ് മെൻ്റലി അൺസ്റ്റേബിൾ. അങ്ങനെ ഇത്രയും ഇങ്ങനൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭാസ്കർ കംഫേർട്ട് ചെയ്യാണ്, കംഫേർട്ട്സ് ആൻഡ് എന്നിട്ട് പറയുകയാണ് സിംപ്ലി ലേൺ നോട്ട് ടു റിയാക്ട് ടു ദ ഡിസ്റ്റർബിങ് നോയ്സസ്. ഇങ്ങനത്തെ ഉപദേശമാണ് ഭാസ്കർ ലീലയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ലീലയുടെ കൺസേൺ ഈസ് നോട്ട് മിയർലി അബൌട്ട് ഹെർ ഓൺ ഫിയർ, ഷീ ഈസ് ഡീപ്ലി ട്രബിൾഡ് ബൈ ദ സഫറിംഗ് ഓഫ് ദ അൺനോൺ വിക്ടിംസ്. ഷീ ഫീൽസ് മോറലി റെസ്പോൺസിബിൾ ആൻഡ് ബിലീവ്സ് ദാറ്റ് ഡൂയിങ് നത്തിങ് മേക്സ് ദം ഗിൽറ്റി ആസ് വെൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ ഈ പ്ലേയിൽ. അതായത് ഇവർ വോയിസ് ചെയ്യുന്നില്ല, വിച്ച് മീൻസ് ദാറ്റ് ഇവരും ആ ക്രൈമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദേ ആർ ഓൾസോ ദ പാർട്ട് ഓഫ് ദിസ് ക്രൈം ഗോയിങ് ഓൺ. കാരണം സപ്പോസ് ഇവർ ഈ ക്രൈം നടക്കുമ്പോൾ ഇത് പോലീസിനടുത്ത് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ പാർട്ട് ക്ലിയർ ആയിട്ട് പ്ലേ ചെയ്തു, ദേ ഹാവ് ഡൺ എവറിത്തിങ് റൈറ്റ് എന്നല്ലേ വരത്തുള്ളൂ. പക്ഷേ ഇവരാണ് പോലീസിനടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്യാതെ ഈ ക്രൈം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻഡയറക്ട്ലി ഇവർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ആ റേപ്പിസ്റ്റിനൊക്കെ തോന്നുമല്ലോ. സോ ഇവരാണ് അവർക്കൊരു ഇങ്ങനെ മോട്ടിവേഷൻ പോലെ കൊടുക്കുന്നതെന്നാണ് ലീലയുടെ മൈൻഡിൽ പോകുന്ന ഓരോരോ തോട്ട്സ്. സോ ദേ ആർ ഈക്വലി അറ്റ് ഫോൾട്ട് അല്ലേ. അപ്പം ഇവരൊന്നും ചെയ്യാത്തത് കൊണ്ട് ദിസ് തിങ് മേക്സ് ദം ഫീൽ ഗിൽറ്റി ആസ് വെൽ. അപ്പം മോറലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ എന്ന നിലയ്ക്ക് ഇവർ ഉറപ്പായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമായിരുന്നു, ബട്ട് ദേ ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ. ആൻഡ് ഇതൊക്കെ പറഞ്ഞ് ലീല വീണ്ടും ഭാസ്കറിനെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ലീല പറയുന്നുണ്ട് നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റും ഇനി ഈ പ്രശ്നത്തിന് ശേഷം വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കർ പറയുന്നത് ആരാ പറഞ്ഞ വരുന്നില്ല എന്ന്, ഇന്ന് നമ്മളുടെ വീട്ടിൽ മോഹൻ വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പുതിയൊരു ആൾ വരികയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് മോഹൻ്റെ വിസിറ്റാണ് അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് ഈ പ്ലേയിൽ. ഓക്കെ, അപ്പം ലീലയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാസ്കർ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മോഹനെ ഡിന്നറിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം മോഹൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പം he was curious. Okay, he is curious about the mysterious nightly incident and openly admits that he has come mainly to witness it for himself. തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം, തനിക്ക് എല്ലാ കാര്യങ്ങളും കാണണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് മോഹൻ ഇവിടോട്ട് വന്നിരിക്കുന്നത്. he is curious to know what is happening rather than what to do to stop this. Okay, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. Okay, as they wait for the sounds to begin, the three characters start discussing what could possibly be happening outside. പുറത്ത് എന്തായിരിക്കും നടക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് 3 ക്യാരക്ടേഴ്സ് നിൽക്കുന്നത്. അപ്പം മോഹൻ ഓരോരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഈ അലർച്ചയെ പറ്റിയും ദ നമ്പർ ഓഫ് ദ അറ്റാക്കേഴ്സും പിന്നെ എത്ര വിക്ടിംസ് ഉണ്ട്, പിന്നെ എല്ലാവരും അവിടെ പ്രസൻറ്റ് ആണോ, ആൻഡ് ദ നേച്ചർ ഓഫ് ദ വയലൻസ്, ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മോഹൻ മാറി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിസൈഡിങ് ടു ഹെൽപ്പ് ദേ ബിക്കം ഡിറ്റാച്ച്ഡ് ഒബ്സർവേഴ്സ്, ഓൾമോസ്റ്റ് ലൈക്ക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അനലൈസിങ് ആൻ ഇൻട്രസ്റ്റിംഗ് കേസ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിയണം, പക്ഷേ തനിക്കൊന്നും പ്രവർത്തിക്കാൻ വയ്യ എന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവിടുത്തെ ഓരോ ആൾക്കാരും, ഇൻക്ലൂഡിങ് ലീല നിൽക്കുന്നത്. കാരണം ലീലയ്ക്ക് ഒരിക്കലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഷീ ഫീൽസ് ഗിൽറ്റി, ബട്ട് ഭാസ്കറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ താൻ സ്വയം ഒരു ആക്ഷൻ എടുക്കാനോ തയ്യാറാവുന്നില്ല. പിന്നീട് വീണ്ടും അപ്പുറത്തെ ആ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ സൈറ്റിൽ നിന്ന് ഒരുപാട് ബഹളങ്ങളും നിലവിളിയൊക്കെ വീണ്ടും കേൾക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ 3 ഫ്രണ്ട്സും മാറി നിന്ന് ഓരോരോ തിയറീസും വരെയാണ് ഇന്നതായിരിക്കും നടക്കുന്നത്, അതായിരിക്കും നടക്കുന്നത്, ഇതായിരിക്കും നടക്കുന്നത് എന്ന് അവരുടേതായിട്ടുള്ളൊരു തിയറീസ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു വഴക്കാണെന്ന്, അല്ലെങ്കിൽ അതൊരു ടോർച്ചറാണെന്ന്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു മേർഡർ ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി പുവറായിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഈവൻ സ്പെക്യുലേറ്റ് ദാറ്റ് ദ അറ്റാക്കേഴ്സ് ആൻഡ് വിക്ടിംസ് മേ ബി പാർട്ടിസിപ്പേറ്റിംഗ് വില്ലിംഗ്ലി, അവരുടെ പരസ്പര കൺസെൻറ്റോടു കൂടി ഓരോരോ ആക്ഷൻസ് നടത്തുന്നതാണെന്ന് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഫൈനലി മോഹൻ പ്രപ്പോസസ് ദാറ്റ് ദ ഇൻസിഡൻറ്റ് മൈറ്റ് ആക്ച്വലി ബി എ പാർട്ട് ഓഫ് സ്ട്രേഞ്ച് റിലീജിയസ് സെറമോണി ഓർ സീക്രട്ട് റിച്വൽ, അല്ലെങ്കിൽ ഇതൊരു റിലീജിയൻ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം,
അതായിരിക്കും ഇത്രയും ബഹളം അവിടെ നിന്ന് കേൾക്കുന്നത് എന്നിങ്ങനെ മോഹൻ ചുമ്മാ പറയാണതേ. എല്ലാവർക്കും അറിയാം എന്താ ഒരു സ്ത്രീ അലർന്നത്, ഇത്രയും എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ദിവസവും ഓരോരോ സമയങ്ങൾ ഇങ്ങനെ അലർന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ അവരിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും സ്പെക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഹൗ ടു സ്റ്റോപ്പ് ദ വയലൻസ് ദേ ബിക്കം മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് എക്സ്പ്ലനേഷൻസ് ദാറ്റ് വുഡ് ജസ്റ്റിഫൈ ദെയർ ഇനാക്ഷൻ. അതായത് ഈച്ച് ന്യൂ തിയറി ഗീവ്സ് ദം അനദർ എക്സ്ക്യൂസ് ഫോർ നോട്ട് കോൺടാക്ടിങ് ദ പോലീസ് ഓർ ഇൻ്റർവീനിങ്. പിന്നെ അതിനുശേഷം കുറച്ചുകൂടെ ജസ്റ്റിഫിക്കേഷൻസ് ഓരോരുത്തരും കൊണ്ടുവരികയാണ്. എസ്പെഷ്യലി ഭാസ്കർ ആൻഡ് മോഹൻ. അവർ പാസീവായിട്ട് നിൽക്കുന്ന വ്യക്തികളാണല്ലേ, അവർ ആക്റ്റീവായിട്ട് നിന്ന് എതിരായിട്ട് നിൽക്കാൻ തയ്യാറാകുന്നില്ല. ഓക്കെ, ഭാസ്കർ ആൻഡ് മോഹൻ ഇൻക്രീസിംഗ്ലി ഡിഫെൻഡ് ദെയർ പാസിവിറ്റി. അവർ രണ്ടുപേരും ആർഗ്യൂ ചെയ്യാണ്. മോഹനും ഭാസ്കറും മാറി എന്ന് പറയാണ്. പുറത്തു നിന്നുള്ള ആൾക്കാർ, അതായത് ഔട്ട്സൈഡേഴ്സ് ഒന്നും ഫാമിലി മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രൈവറ്റ് മാറ്റേഴ്സിലൊന്നും ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ ഓരോരുത്തരുടെ റിലീജിയസ് ആയിട്ടുള്ള ഫ്രീഡം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെന്താ, പോലീസിന് ചിലപ്പോൾ ഈ കാര്യം ഓൾറെഡി അറിയാതിരിക്കാം. നമ്മളെപ്പോലെ ഈ ബഹളമൊക്കെ കേട്ട് പോലീസിന് ഈ കാര്യങ്ങൾ ഓൾറെഡി അറിയാതിരിക്കാം. അല്ലെങ്കിൽ ഈ നമ്മൾ അങ്ങോട്ട് കയറി ഇൻ്റർവീൻ ചെയ്യാൻ നോക്കിയാൽ, ഇടപെടാനൊക്കെ നോക്കിയാൽ അതൊരു അൺനെസസറി ആയിട്ടുള്ള ട്രബിൾ നമുക്ക് തന്നെ ഉണ്ടാക്കും. അല്ലെങ്കിൽ പെർഹാപ്സ് ദ വിക്ടിംസ് ദെംസെൽവ്സ് ഡു നോട്ട് വാണ്ട് ഹെൽപ്പ്. വിക്ടിംസിന് തന്നെ ഹെൽപ്പ് വേണമെന്ന് ആഗ്രഹം കാണൂല. സോ ഇങ്ങനെ ഓരോരോ മോറൽ ജസ്റ്റിഫിക്കേഷൻസ് ഭാസ്കറും മോഹനും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ലീല റിപ്പീറ്റഡ്ലി റിജക്റ്റ് ദീസ് ആർഗ്യുമെൻറ്റ്സ്. ലീലയ്ക്ക് ഇതൊന്നും ഇവർ പറയുന്ന ഒന്നും അല്ല ഒറിജിനൽ കാര്യമൊന്ന്, റിയൽ ആയിട്ടുള്ള കാര്യമൊന്ന് സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഷീ ഇൻസിസ്റ്റ് ദാറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ എക്സ്പ്ലനേഷൻ ദ സ്ക്രീംസ് ക്ലിയർലി ഇൻഡിക്കേറ്റ് അൺബിയറബിൾ സഫറിംഗ് ആണ് ഈ നിലവിളിയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ലീല കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ് ഹാവ് എ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ് ഇൻ ഡിസ്ട്രെസ്. ഹൗവർ ഷീ ഫൈൻഡ്സ് ഹെർസെൽഫ് ഇൻക്രീസിംഗ്ലി isolated as the men become absorbed in intellectual debate rather than moral action. ഓക്കെ, ഇത് ഞാൻ ഇംഗ്ലീഷിൽ ഇടയ്ക്കിടയ്ക്ക് പോയിന്റ്സ് പറയുന്നത് നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സായിട്ട് എഴുതി വെക്കാം. അപ്പോൾ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ലീലയുടെ ഫ്രണ്ടായിട്ടുള്ള നെയ്ന ആ വീട്ടിലോട്ട് വരികയാണ്. അപ്പം ഈ പ്ലേയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഫീമെയിൽ ക്യാരക്ടേഴ്സിനും ദേ വോണ്ട് ടു ടേക്ക് എൻ ആക്ഷൻ, അല്ലെങ്കിൽ ദേ ആർ എംപത്തറ്റിക്. അവർക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് അറിയാം. അൺലൈക്ക് ദ മെയിൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പാസീവായിട്ട് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവർ ട്രബിൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലാണ് മൊത്തം ഈ സ്റ്റോറി മുഴുവനും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നെയ്ന വൈകുന്നേരം ആയപ്പം വരികയാണ്. നെയ്ന എന്ന് പറയുന്നത് ലീലയുടെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോരോ വിസിറ്റ്സ് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്നയ്ക്കാകട്ടെ ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ള ബഹളങ്ങൾ കേൾക്കാം, ഇങ്ങനെയുള്ള ഡിസ്കഷൻസാണ് ഇവിടെ നടക്കുന്നതൊന്നും നെയ്നയ്ക്ക് അറിയില്ലായിരുന്നു. ആസ് സൂൺ ആസ് ഷീ ഹിയേഴ്സ് ദ ക്രൈസ് ഫ്രം ഔട്ട്സൈഡ്, പുറത്ത് ഇത്രയും ബഹളം കേട്ടപ്പം നെയ്നൊക്കെ കാര്യം മനസ്സിലാകുന്നു, ഇതെന്തോ ഒരു വലിയ സീരിയസ് മാറ്ററാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഷീ ബിക്കംസ് അലാംഡ് ആൻഡ് വോണ്ട്സ് ടു ലുക്ക് ത്രൂ ദ വിൻഡോ ടു ഡിസ്കവർ വാട്ട് ഈസ് ഹാപ്പനിങ്. Bhaskar and Mohan try to stop her, repeating their theory that it is only a religious ceremony and that watching it is inappropriate. ഇത് കാണുന്നത് ശരിയല്ല, അപ്പോൾ കാണണ്ടെന്നൊക്കെ പറയാണ്. അതായത് ഇവരുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നപ്പം ഭാസ്കറും ലീലയും എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജനലടച്ചു, കേർട്ടൻസ് ഒക്കെ ഇട്ടു, അങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അവരുടെ വീട്ടിൽ. അപ്പം നെയ്ന വന്നപ്പം നെയ്ന ഈസ് ഡിറ്റർമൈൻഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദിസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നെയ്ന കേർട്ടൻസ് ഒക്കെ മാറ്റി നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നെയ്ന ഇവരുടെ എക്സ്പ്ലനേഷനും തിയറിയിലൊന്നും വീഴുന്നില്ല. ഷീ ഈസ് സ്ട്രോങ് ആൻഡ് ഷീ ബിലീവ്സ് ദാറ്റ് ഇഫ് സമ്മൺ ഈസ് ക്രൈയിങ് ഫോർ ഹെൽപ്പ് പീപ്പിൾ ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ്. അങ്ങനെ ക്ലൈമാക്സ് ആയപ്പം നെയ്ന ജനലിലൂടെ പുറത്തോട്ട് നോക്കുകയാണ്. ദ സൈറ്റ് ഷീ വിറ്റ്നസസ് ഇസ് സോ ഹൊറിഫൈങ് that she recoils in shock. But she is shocked. She screams, gags and is unable to describe what she has seen. എന്താ താൻ കണ്ടത് എന്ന് പോലും ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ശേഷി നെയ്നിക്കില്ലായിരുന്നു. അത്രയും ക്രൂവലായിരുന്നു, അത്രയും ബ്രൂട്ടലായിരുന്നു. Her reaction confirms that the violence outside is real and unimaginably brutal. Instead of rushing outside or calling the police outside after receiving this undeniable proof, ഭാസ്കർ ആൻഡ് മോഹൻ റിമെയിൻ ഫാസിനേറ്റഡ്. അതായത് ചുമ്മാ ക്യൂരിയസ് ആയിട്ട് നിന്നു താൻ എന്താ കണ്ടതെന്ന രീതിയിൽ. ഓക്കെ, മോഹൻ ഹിംസെൽഫ് മൂവ്സ് ടു ദ വിൻഡോ ആൻഡ് കണ്ടിന്യൂസ് വാച്ചിങ് ദ സ്പെക്ടക്കിൾ വൈൽ ഭാസ്കർ സ്റ്റിൽ അറ്റംപ്റ്റ്സ് ടു ജസ്റ്റിഫൈ ദെയർ ഇനാക്ഷൻ. ദ ക്യൂരിയോസിറ്റി കംപ്ലീറ്റ്ലി ഓവർ പവേഴ്സ് ദെയർ ഹ്യൂമാനിറ്റി. അതായത് ഇതിലെ മെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഹ്യൂമാനിറ്റി, എംപതി, അല്ലെങ്കിൽ എടുക്കാനുള്ളൊരു ഈ ട്രബിൾ താൻ ഏറ്റെടുക്കാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി, മോറൽ ഒബ്ലിഗേഷൻ ഇതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ എൻഡിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലാസ്റ്റ് കരച്ചിൽ നിൽക്കുന്നു, മീൻസ് മേ ബി ഷീ ഈസ് ഡെഡ് എന്ന് നമുക്കൊക്കെ ഇങ്ങനെ അസ്യൂം ചെയ്യാം. അങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്തിരിക്കുന്നത്. ദ പ്ലേ എൻഡ്സ് വിത്തൗട്ട് റിവീലിംഗ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. ദ ഓഡിയൻസ് നെവർ സീസ് ദ വയലൻസ് ഡയറക്ട്ലി, ഓൺലി ദ ഹൊറിഫൈങ് സ്ക്രീംസ് കണ്ടിന്യൂ ടു എക്കോ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിനകത്ത് റെസൊല്യൂഷൻ ഒന്നുമില്ല. ആരും ആ വിക്ടിംസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യുന്നില്ല, ആരും രക്ഷിക്കാൻ പോകുന്നില്ല. നെയ്നയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്നയുടെ ഹസ്ബൻഡായിട്ടുള്ള സുരേന്ദ്ര വന്നു. സുരേന്ദ്ര വന്നിട്ട് ഇതേ കണക്ക്
ബാക്കി മെയിൽ ക്യാരക്ടേഴ്സിനെ പോലെ ഈ കാര്യങ്ങൾ അറിയാൻ ഡിസ്കസ് ചെയ്യാനൊക്കെ ഫാസിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, പക്ഷേ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പോൾ ആ വ്യക്തിമിനെ ആരും സഹായിച്ചില്ല. നോ വൺ അക്സെപ്റ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി. ദ ഓഡിയൻസ് ഈസ് ലെഫ്റ്റ് വിത്ത് എ ഡിസ്റ്റർബിംഗ് പിക്ചർ ഓഫ് എഡ്യൂക്കേറ്റഡ് റെസ്പെക്റ്റബിൾ മിഡിൽ ക്ലാസ് പീപ്പിൾ ഹു ചൂസ് ഒബ്സർവേഷൻ ഓവർ ആക്ഷൻ. Their discussions, excuses and rationalizations expose the hypocrisy, fear and moral cowardice of society. The play ultimately suggests that evil continues not only because criminals commit violence but because ordinary people remain silent spectators instead of acting against injustice. അപ്പോൾ ഇതിൻ്റെ അത് മെയിൻലി പറയുന്നത് എന്താണ്, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു ഇൻജസ്റ്റിസ് നമ്മൾ വോയിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളും ആ ക്രൈമിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു മെസ്സേജാണ് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ കിട്ടുന്നത്, ഈ ഒരു പ്ലേയിലൂടെ കിട്ടുന്നത്. നമ്മളുടെ സൊസൈറ്റിയുടെ ഹിപ്പോക്രസി, കോവർഡൈസ്, അല്ലെങ്കിൽ ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബീങ്സ് നടത്തുന്ന ഓരോരോ റാഷണലൈസേഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് റൈറ്റർ ഈ വർക്ക് എഴുതിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വയലൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് മെയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഡിസ്റ്റിങ്ഷൻ നമ്മൾ പറയണം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ക്യാരക്ടറുണ്ട്, ഹെർ നെയിം ഇസ് ഫ്രീഡ. ഓക്കെ, ഫ്രീഡ. അപ്പോൾ ഫ്രീഡ എന്ന് പറയുന്നത് ഇതിൽ ഈ സ്റ്റോറിയിലൊരു കുക്കാണ് ആൻഡ് ഭാസ്കറിൻ്റെ ലീലയുടെ വീട്ടിലാണ്. അപ്പോൾ ഷീ ഈസ് എ ഡൊമസ്റ്റിക് സെർവൻ്റ് ആണ്. ആൻഡ് എന്താ ഈ ഒരു പ്ലേയിൽ നമുക്ക് മുഴുവനായിട്ടും ഫ്രം ദ സ്റ്റാർട്ടിങ് ടു ദ എൻഡ് വരെ നമുക്ക് ഫ്രീഡയെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഷീ ഈസ് സ്പീക്കിംഗ് നത്തിങ്. ഒന്നും ഇതിൽ ഡിസ്കഷൻസിൻ്റെ പാർട്ടാവുന്നില്ല, ഒന്നും ആവുന്നില്ല. ജസ്റ്റ് ഓരോരുത്തർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കൊടുക്കുന്നു. സപ്പോസ് ഭാസ്കറിന് ചായ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഭാസ്കർ തിരിച്ച് ഫ്രീഡയുടെ റിപ്ലൈ പോലും എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. ഓക്കെ, ഷീ റിമെയിൻസ് ഓൺ സ്റ്റേജ് ത്രൂ ഔട്ട് ദ ഡ്രാമ, സൈലൻ്റ്ലി ക്യാരിങ് ഔട്ട് ഹെർ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് വൈൽ ദ അതർ ക്യാരക്ടേഴ്സ് എൻഗേജ് ഇൻ ലെങ്തി ഡിസ്കഷൻസ് അബൌട്ട് ദ വയലൻസ് ടേക്കിംഗ് പ്ലേസ് ഔട്ട്സൈഡ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡ ഈസ് ടു എ വുമൺ അല്ലേ, സ്ത്രീയാണ് ഫ്രീഡയും. അപ്പം ഫ്രീഡ സ്പെൻഡ്സ് ഓൾമോസ്റ്റ് ദ എൻറ്റയർ പ്ലേ ക്ലീനിങ്, സെർവിങ് ടീ, പ്രിപ്പയറിംഗ് ഡിന്നർ ആൻസറിംഗ് ദ ഡോർ ആൻഡ് അറ്റൻഡിങ് ടു ദ ഫാമിലീസ് നീഡ്സ്. She rarely speaks, yet she is always present on the stage. Her silence contrasts sharply with the endless conversations of Bhaskar, Leela and Mohan, suggesting that actions often speak louder than words. അല്ലേ, അതായത് സൈലൻറ്റ് ബട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രസൻസ് ആണ് ഫ്രീഡ എന്ന് പറയുന്നത്. ഞാൻ മെയിൻലി ഫ്രീഡയുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞത്, ഷീസ് എ സിമ്പിൾ ഓഫ് ദ മാർജിനലൈസ്ഡ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. അതായത് മിഡിൽ ക്ലാസ് ക്യാരക്ടേഴ്സിനെ പോലെ അല്ല ഫ്രീഡയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഫ്രീഡ ബിലോങ്സ് ടു ദ വർക്കിംഗ് ക്ലാസ് അല്ലേ. അപ്പോൾ ഫ്രീഡയ്ക്ക് ഒരു പവറും ഇല്ല, ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ആൻഡ് ഷീ ഡിസ്കഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യാനും പറ്റില്ല. ബിക്കോസ് ഷീ ഡസ് നോട്ട് ബിലോങ് ടു ദ മിഡിൽ ക്ലാസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഹിയേഴ്സ് ദ സെയിം സ്ക്രീംസ് ആൻഡ് വിറ്റ്നസസ് ദ സെയിം അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ. നോ വൺ ആസ്ക് ഫോർ ഹെർ ഒപ്പീനിയൻ. നമ്മളോട് ഈ ഒപ്പീനിയനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ ഈ പ്ലേ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് പേജ് നമ്മളോട് പറയുന്നത് ഫ്രീഡയുടെ ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മളൊന്ന് നല്ലപോലെ ഇരുന്ന് ആലോചിച്ച് നോക്കാനാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഉണ്ട് ഈ ഫ്രീഡയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എപ്പോഴും ഫ്രീഡ മിണ്ടാതിരിക്കുന്നത്, അവളുടെ ഒപ്പീനിയൻ ആരും ചോദിക്കുന്നില്ല, അവർക്കൊന്നും പറയാനുള്ള വോയിസും ഇല്ലാത്തത് കൊണ്ടാണ്. ദിസ് റിഫ്ലെക്ട്സ് ഹൗ സൊസൈറ്റി ഓഫൻ ഇഗ്നോർസ് ദ വോയിസ് ഓഫ് ദ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആൻഡ് അതർ മാർജിനലൈസ്ഡ് പീപ്പിൾ. ഓക്കെ, പിന്നെ ഇത് അതർ ക്യാരക്ടേഴ്സ് ട്രീറ്റ് ഫ്രീഡ മിയർലി ആസ് എ സെർവൻ്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ദി കോൾ ഹെർ ഓൺലി ടു പെർഫോം ഹൗസ് ഹോൾഡ് ടാസ്ക് സച്ച് ആസ് സെർവിങ് ദ ടീ, ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെ എക്സെട്ര ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വർക്ക്സ് ഫ്രീഡ ചെയ്യുന്നുണ്ട്. ഷീ റിസീവ്സ് ഓർഡേഴ്സ് ബട്ട് ഷീ ഈസ് നെവർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺവെർസേഷൻസ്. അതായത് ഷീ ഈസ് എ വിക്ടിം ഓഫ് സോഷ്യൽ ഹൈറാർക്കി ആൻഡ് ഒരു സൈലൻറ്റ് വിറ്റ്നസ് കൂടിയാണ് അല്ലേ. ഫ്രീഡ ഒന്നും മിണ്ടുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ, സൈലൻറ്റ് വിറ്റ്നസ് ഓഫ് എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. അതായത് അവരുടെ കോൺവെർസേഷൻ കേൾക്കുന്നതും ഫ്രീഡ കേൾക്കുന്നുമുണ്ട്, അപ്പുറത്ത് നിന്ന് മറ്റേ വുമൺ അനുഭവിക്കുന്ന ആ ഗ്യാങ് റേപ്പിനെ വിറ്റ്നസ് ചെയ്യുന്നുമുണ്ട്. അതായത് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വിറ്റ്നസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലീല എന്ന് പറയുന്നത്, ഫ്രീഡ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫ്രീഡ എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഷീ വാച്ചസ് ദ ഹിപ്പോക്രസി ഓഫ് ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഹു ഡിസ്കസ് ജസ്റ്റിസ് ബട്ട് നെവർ ആക്ട്. Her silence invites the audience to wonder what she thinks about the events, making her an important observer within the play. The playwright even notes that the audience should be allowed to wonder what she thinks. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പേജ് തന്നെ ഈ ഒരു കാര്യം കോട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. നമ്മളുടെ മഞ്ജുള പത്മനാഭൻ നമ്മളടുത്ത് പറയാണ്, ഓഡിയൻസിനടുത്ത് പറയാണ്, the audience should be allowed to wonder what she thinks. എന്തായിരിക്കും ഫ്രീഡയുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ഓരോരോ കാര്യങ്ങൾ വന്ന്. While Bhaskar and Mohan spend their time analyzing the violence and making excuses, Frida quietly performs useful task. She is contrasted with the main characters in the story. And Frida symbolizes the invisible working class, the silenced voices of society, the ignored observer of injustice, quiet labor and responsibility. Okay, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് റിലേറ്റഡ് ടു ഫ്രീഡ.
പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇത് റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ദ പ്ലേ വാസ് റിട്ടൺ ഇൻ റെസ്പോൺസ് ടു 1982 ഇൻസിഡൻറ്റ് ഇൻ മുംബൈ ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1984 ഈ പ്ലേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1982 ഇതേപോലൊരു ഇൻസിഡൻറ്റ് റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇൻസ്പയർ ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ടൈറ്റിൽ എന്താണ്? ലൈറ്റ്സ് ഔട്ട്. ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഡാർക്ക്നെസ്. ഇവിടെ മൊത്തവും ഇരുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മൈൻഡിൽ മൊത്തത്തിലുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ടുവേർഡ്സ് വിമൻ, ഇത് രണ്ടും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിറ്ററൽ ഡാർക്ക് പറയുകയാണെങ്കിൽ എന്താ, മൊത്തം ഇരുട്ടായിട്ട് നിൽക്കുകയാണ്. രാത്രിയിലല്ലേ മിക്ക ഇൻസിഡൻസ്, ഈവനിങ്ങിലല്ലേ നടക്കുന്നത് ഇങ്ങനത്തെ ബ്രൂട്ടൽ അസോൾട്ട്സ് ഒക്കെ. ആൻഡ് ഇവിടെ മോറൽ ഡാർക്ക്നെസ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം സൊസൈറ്റി ഇഗ്നോർ ചെയ്യുകയാണ് ഓരോരോ കാര്യങ്ങളും, ഈ നമ്മളുടെ ചുറ്റുപറ്റി നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇഗ്നോർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ നല്ലതുപോലെ തന്നെ അറിഞ്ഞിരിക്കുക. മോറൽ ഡാർക്ക്നെസ്സും ഉണ്ട്, ഫിസിക്കൽ ഡാർക്ക്നെസ്സും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലും ആ ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ട്രീറ്റ്മെൻറ്റ് ടുവേർഡ്സ് വിമൻ ഇൻ ദിസ് സൊസൈറ്റി ഭയങ്കര ബ്രൂട്ടലാണ്. കാരണം ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ താമസിക്കുന്നതുകൊണ്ടാണ് ലീലയ്ക്കും നെയ്നയ്ക്കും ഒക്കെ ഈ മെയിലിൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കേണ്ടി വന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇതിൻ്റെ അകത്ത് സൊസൈറ്റി കണ്ണടച്ച് നിൽക്കുന്നതിന് തുല്യമാണ് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഫിയർ, ടെറർ ആൻഡ് സോ ഓൺ. ഓക്കെ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഇങ്ങനെ സൊസൈറ്റി ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. ഇമ്പോർട്ടൻറ്റ് തീംസ് ആണ് സോഷ്യൽ അപ്പത്തി, ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്, വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ, മോറൽ റെസ്പോൺസിബിലിറ്റി, മിഡിൽ ക്ലാസ് ഹിപ്പോക്രസി. ഓക്കെ, നമുക്ക് സ്വയം എഴുതാൻ പറ്റുമല്ലോ ഗ്യാങ് റേപ്പ് നടക്കുമ്പം അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസ്. ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ഈ വിക്ടിമിൻ്റെ ഒരു തോട്ടല്ലേ നമ്മൾ നോക്കുന്നത്. ഇവിടെ സൊസൈറ്റി കാണിക്കുന്ന ഇൻഡിഫറൻസ് നല്ലതുപോലെ തന്നെ വ്യക്തമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേ ആണ് ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ സിമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഡാർക്ക്നെസ് എന്ന് പറയുന്ന സിമ്പിൾ ഓഫ് മോറൽ ബ്ലൈൻഡ്നെസ്, സ്ക്രീംസ് എന്ന് പറയുന്നത് ഇഗ്നോർഡ് സഫറിങ്, വിൻഡോയുടെ സിമ്പിൾ എന്ന് പറയുന്നത് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. കാരണം ജനലിലൂടെയാണ് നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്, റിയാലിറ്റി. ഫ്രീഡം എന്ന് പറയുന്ന സിമ്പിൾ ഓഫ് ദ മാർജിനലൈസ്ഡ് വോയിസ് ആണ്. ഓക്കെ, ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന സഫറിങ്സും വിഷമങ്ങളും ദുഃഖങ്ങളും ആൻഡ് എല്ലാ കോണ്ടെക്സ്റ്റിലും പറയുകയാണെങ്കിൽ അതെല്ലാം ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ആൻഡ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് അത്രത്തോളം തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ്, പവർഫുൾ സോഷ്യൽ ക്രിറ്റിസിസം ആണ്. വയലൻസ് റിമെയിൻസ് ഓഫ് സ്റ്റേജ് ഫോർ എ ഗ്രേറ്റർ ഇമ്പാക്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഈ വയലൻസിൽ ഓഫ് സ്റ്റേജിലാണ്, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഓൺ സ്റ്റേജ് നടക്കുന്ന ഇവരുടെ സൊസൈറ്റിയുടെ ഡിസ്കഷൻസ് മാത്രമാണ്. പിന്നെ ഓപ്പൺ എൻഡിങ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് നമുക്ക് ലാസ്റ്റ് ഏത് രീതി വേണമെങ്കിലും ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് റെലവൻറ്റ് ടു ദ കണ്ടംപററി സൊസൈറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൻ്റെ കൂടെ എല്ലാം ആഡ് ചെയ്ത് പോകണം. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് കാണുമല്ലോ, അതും കൂടി ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. And if you like this video, please do like, share and subscribe. Thank you for watching. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെസൺ വീഡിയോ വേണമെങ്കിൽ please do comment and thank you.